മനസ്സിലായില്ല. മനസ്സിലാവുന്നില്ലേ? ഇല്ല. മനസ്സിലാവുന്നില്ല? ഇല്ല. ഒന്നുകൂടെ നോക്കൂ. ഇല്ല, മനസ്സിലാവുന്നില്ല? ഇല്ല. ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആണ്. ഓ, ഫുട്ബോൾ പ്ലെയർ അതെ, ആണോ? ഞാനിപ്പോ ലോകകപ്പ് നടക്കുന്ന എവിടെയാണ്? റഷ്യയില്. അവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആണോ? അതെ. അല്ല, ഈ ഫുട്ബോൾ പ്ലെയർ ആയിട്ട് ഇതെന്താ കൈ പിടിച്ചോണ്ട് വരുന്ന ബോള്? പിന്നെ ഗോളി കൈ കൊണ്ടല്ലേ പിടിക്കുന്നത്? ഗോളിയാണല്ലേ? ഗോളിയല്ല, ഞാൻ നല്ല കളിക്കും. പിന്നെ കൈ കൊണ്ട് പിടിച്ചുകൂടായോ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞത് മാത്രം. ഓക്കെ. ഫുട്ബോളിനോട് അത്രയ്ക്ക് പ്രേമമാണ്. ആ, പ്രേമമുണ്ട്. ഞാൻ നാളെ മറ്റുള്ള കല്യാണം കഴിയും. അല്ല, ഫുട്ബോളിനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടാണ് ഈ ഖത്തർ റൈസിന്റെ ബെനീനിട്ട് വെച്ചാണ്. ജേഴ്സി ചെയ്താലല്ലേ നമ്മൾ കളിച്ചാൽ പോരെ അല്ലേ? അതല്ലേ കറക്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫുട്ബോൾ ഇഷ്ടമാണല്ലോ കളി? പിന്നെ ഫുട്ബോൾ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് ആണല്ലേ? അതെ. ക്രിക്കറ്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ക്രിക്കറ്റിലെ ബാറ്റ്സ്മാൻ ആണോ അതോ? അല്ല, ഞാൻ സ്പിന്നറാണ്. സ്പിന്നറാണ്. ഞാൻ ബോള് കുത്തിത്തിരിക്കും. എറിഞ്ഞ് കുത്തിത്തിരിക്കും. അതാണ് സ്പിന്ന്. അല്ലല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് ടീമിലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന കേട്ടിട്ടുണ്ട്. ബോളല്ല, ടീമിൽ കുത്തിത്തിരിപ്പ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ തനിക്ക് നാണമില്ലല്ലോ. എന്താണ്? ഇത്രയും പ്രായമായിട്ട് ഫുട്ബോളും കളിച്ചു നടക്കുന്നത്. അതെന്താ അങ്ങനെ പറയുന്നത്? അതെന്താ? 50 വയസ്സ് കഴിഞ്ഞാൽ മറഡോണ ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ ഫുട്ബോൾ കളിച്ചിട്ട് പിന്നെ എനിക്ക് കളിച്ചാല്? അടാ ചേട്ടാ, അതെ, ഈ കളിക്കാൻ പോണതിന് മുമ്പ് ഫിറ്റ് ആകാറുണ്ടോ? സ്മെല്ല് എവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? ഇന്നലെ കഴിച്ചായിരുന്നു. സ്മെല്ല് കിട്ടുന്നുണ്ടോ? ഈ ഫിറ്റിന്റെ കാര്യമല്ലേ ചോദിച്ചാൽ? പിന്നെ നമ്മൾ കളിക്കാൻ പോകുമ്പോഴത്തേക്കും ബോഡി ഒക്കെ എങ്ങനെ ഫിറ്റ്? അയ്യോ, അതെ, ഫിറ്റാക്കിയാണ് കളിക്കാൻ. അല്ലല്ല, ഫിറ്റാക്കിയാണ് കളിക്കാൻ പോകും. ആണല്ലേ? അതെ. കളിക്കൊക്കെ പോയിട്ട് ഗോളൊക്കെ അടിച്ചിട്ടുണ്ടോ? എന്താണ് ഗോളൊക്കെ അടിച്ചിട്ടുണ്ടോ? ഗോൾ ഞാൻ അടിക്കാറില്ല. ഞാൻ പോസ്റ്റിന് അടുത്ത് വരെ ഞാൻ കളിച്ചില്ല. ഒറ്റയ്ക്ക് ഞാൻ എല്ലാവരും വെട്ടിച്ച് പോസ്റ്റിന് അടുത്തെത്തി ഞാൻ ഇങ്ങനെ തട്ടിയ ഗോളാണ്. പക്ഷെ ഞാൻ കളിക്കത്തില്ല, ഞാൻ അടിക്കത്തില്ല. എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറയും, വാസ്തവനാണെങ്കിൽ വാസ്തവാദി തട്ടിയാണ് നമ്മൾ തട്ടുമ്പോൾ ഗോൾ. അത് അത്രയും പേരെ കൊണ്ടുപോയി ചേട്ടൻ കൊണ്ടുപോയതല്ലേ? സത്യം. അവിടം വരെ ചേട്ടൻ തട്ടി കൊണ്ടുപോയതല്ലേ? അപ്പൊ ചേട്ടന് ഗോൾ അടിക്കാൻ പാടില്ലേ? എനിക്ക് നെഞ്ചുവേനുള്ള ആളാണ്, നിങ്ങൾക്ക് അറിയാവോ? അതിന് ഞാൻ ഒരു ഗോൾ അടിച്ചിട്ട് ബാക്കി 10 എൻ്റെ പുറത്ത് കയറി നിർത്തം അവിടെ നിന്നാണ് ഞാൻ ശ്വാസം പിടിച്ച് ചവത്തില്ലേ. എനിക്ക് പിള്ളേർക്ക് ഇല്ലാതായി പോകുന്നത്. എൻ്റെ പിള്ളേർക്ക് ഇല്ലാതാകും, തന്ത ഇല്ലാതാകും. ഒരു ഗോൾ അടിക്കാനൊക്കെ നിങ്ങളെ ചാടി പോയി കണ്ടിട്ടില്ലേ? അതെ, എനിക്ക് ബുദ്ധിമുട്ടാണ്. ആണല്ലേ? അതുകൊണ്ടാണ് ഒരു ചേട്ടാ, ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ഗോൾ അടിക്കാനുള്ള ട്രിക്കുകൾ ഏറ്റവും എളുപ്പമുള്ള മാർഗം പറഞ്ഞു തന്നാ. എൻ്റെ അറിവിൽ ഏറ്റവും എളുപ്പമുള്ള ട്രിക്ക് എന്ന് പറയുന്നാൽ, അത് മറ്റേ ട്രിക്ക് ഒന്നുമല്ല, ഏറ്റവും എളുപ്പം. അതായത് നേരെ പരപരാ വിളിക്കുമ്പോൾ ഈ റബ്ബർ വെട്ടാൻ പോകുന്നവർക്ക് ലൈറ്റ് വെക്കത്തില്ലേ, ആ ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്താൽ കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് നമ്മളെ ഗ്രൗണ്ടിൽ വരിക, പരപരാ വിളിക്കുമ്പോഴേ, വിളിക്കുന്നതിന് മുമ്പ് ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആരുടെ ശല്യം കാണത്തില്ല, ഇഷ്ടം പോലെ കൊള്ളും. സത്യം, അതാണ്. അതിൽ കൂടി എളുപ്പ വഴി പിന്നെ വേറെ ഇല്ല. സത്യം, ആരും കാണാൻ പോലും കാണത്തില്ല. അല്ല, ഈ ചേട്ടനപ്പോ ഇതുവരെ ഒരു കപ്പൊന്നും എടുത്തിട്ടില്ലേ? കപ്പ് എടുക്കണ്ടായിരുന്നു, പക്ഷെ ഒരു പ്രാവശ്യം കപ്പ് എടുക്കാൻ നേരത്തെ കറണ്ട് വന്നു. അല്ലെ കപ്പ് എടുത്തേനെ. അല്ല, ഈ കപ്പും കറണ്ടുമായിട്ട് എന്താ ബന്ധം? നൈറ്റിലായിരുന്നു മാച്ച്. അങ്ങനെ കളിച്ച് വന്നപ്പോൾ പെട്ടെന്ന് കറണ്ട് കട്ടായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു, ആ ഇരുട്ട് അങ്ങനെ നോക്കി കപ്പ് ഞാൻ എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പ് എടുക്കാൻ അങ്ങോട്ട് എടുക്കാൻ കറണ്ട് ഞാൻ പെട്ടെന്ന് മാറി. ഇല്ലെങ്കിൽ ഞാൻ അന്ന് എടുത്തേനെ കപ്പ് എടുത്തേനെ. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കളിക്കാരൻ മെസ്സി. അതെ, മെസ്സി അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെ, അത്രയ്ക്ക്. മെസ്സി എൻ്റെ കാമുകയായിരുന്നു, മെസ്സി എൻ്റെ ഭാര്യയായിരുന്നു, മെസ്സി എൻ്റെ മോളായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു മെസ്സി. എന്തൊരു ആവേശമല്ലേ പുള്ളിക്ക് മെസ്സിയെ കുറിച്ചൊക്കെ പറയുമ്പോ. ഞാൻ ഇത്ര ഹരം കൊണ്ട ഒരാളാണെന്ന് അറിഞ്ഞില്ല. മെസ്സി അത്രയ്ക്ക് ഇഷ്ടമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഭയങ്കര, അതാണ് എല്ലാവർക്കും ഇഷ്ടമാണ് മെസ്സി. ഈ പുള്ളിയുടെ ആവേശം കണ്ടപ്പോണ്ടല്ലോ എനിക്കത് ഫുട്ബോൾ കളിച്ചു നോക്കാൻ തോന്നുന്നു. ഞാൻ ഫുട്ബോൾ എനിക്ക് ക്രിക്കറ്റാണ് ഇഷ്ടം. എന്നാലും അറിവുള്ളവരുടെ കൂടെ നമ്മൾ കളിക്കുന്നത് നല്ലത്. ഈ ഷൂട്ട് കൊണ്ട് ഫുട്ബോൾ കളിക്കാമോ ചേട്ടാ? ഞാൻ തയ്യാറായിട്ട് വരാം. ഇനി തയ്യാറെടുപ്പൊക്കെ ഞാൻ തയ്യാറായിട്ട് കളിക്കാൻ പറ്റില്ല. ഇതൊരു ഫ്രണ്ട്ലി മാച്ച് ആണ്. ഞങ്ങൾ ട്രൈ ചെയ്യാം. നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പൊ നിങ്ങൾ ആ ബോൾ എടുത്ത് എറിയുമ്പോൾ ഞാൻ ഇങ്ങനെ അടിക്കും. നിങ്ങൾ ബോൾ എറിയുമ്പോൾ ഞാൻ ഇങ്ങനെ അടിക്കും. ഉരുണ്ട് പോവാണെങ്കിൽ 4, പൊങ്ങി പോവാണെങ്കിൽ 6. ഈ ബോൾ എടുത്ത് ഞങ്ങൾ എറിയാനോ? അത് നല്ല ശേലായല്ലോ. അത് ആരെ ഇഷ്ടമെന്ന് പറഞ്ഞേ? മെസ്സി. ഇപ്പൊ എവിടുന്നാ വരുന്നതെന്നാ പറഞ്ഞേ? ഈ ബോൾ അടിക്കുന്നത് ആ സാമാനം കൊണ്ടാണ്.
ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആയിരുന്നു കളിച്ചത്. ഏത് ഹോസ്പിറ്റല്? മറ്റേ ആഹാ, അതാണ് പ്രശ്നം. എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. കെട്ടിയിട്ട് കൊണ്ടുപോയെന്ന് എന്റെ ആ അങ്ങനെ പറഞ്ഞായിരുന്നു. മനസ്സിലായി. ഓ അവിടുത്തെ കളിയാ, ഹോസ്പിറ്റലിലെ കളിയാ. ചേട്ടാ ബാറ്റ് താഴെ ഇട്. ബാറ്റ് അവിടെ വെച്ചേ. വലിയ ബാറ്റ് ഉപകാരം. അവിടെ വെക്ക്. മാറി നിക്ക്. തിരിഞ്ഞ് വിട്ടോ വിട്ടു വയ്ക്കോ. നേരെ നേരെ വണ്ടി വിട്ടാൽ മതി. ഗോൾ പോസ്റ്റ് അവിടെ, ഗോൾ പോസ്റ്റ് അവിടെ. നിങ്ങൾ ഹോസ്പിറ്റലിൽ കളിക്കുന്ന എങ്ങനെയാണ്? അപ്പൊ അവിടെ എങ്ങനെയാണ് അതോ? വീട്ടിലോട്ട് പോകുന്നത്? ആ പോട്ടെ പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ. ബോള് കളിക്കാൻ വന്നിട്ട് അല്ല, പുള്ളി പറഞ്ഞ ശരിയായിരിക്കും. എന്താ പുള്ളി ഭ്രാന്തനാ, വെറും ഭ്രാന്തനല്ല, ഫുട്ബോൾ ഭ്രാന്തൻ. ചേട്ടാ 2 ബോളിങ് അവനേക്കാളും വലിയ ഭ്രാന്തനാണ്.